വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. എല്ലാവരും ഊണ് കഴിച്ചിരിക്കുകയായിരിക്കും. ഇനി വൈകുന്നേരത്തെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തേക്കും. അപ്പോൾ നമുക്ക് 10 മിനിറ്റിനുള്ളിൽ ഒരു നല്ല അടിപൊളി സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇവിടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഇത് നിർത്തില്ല. അത്രയും ടേസ്റ്റുള്ളൊരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വെറും കുറച്ച് സാധനങ്ങളും മതി. നമുക്ക് കുറച്ച് സാധനം കുട്ടികൾ കേക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾ പെട്ടെന്ന് കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കരയുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കേക്കിനേക്കാളും ഒരുപടി ടേസ്റ്റ് കൂടുതലാണെന്ന് തോന്നുന്നു എനിക്ക്. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം. അതിനൊരു ബൗളിലേക്ക് ഞാൻ കുറച്ച് പാലാണ് ഇവിടെ എടുത്തത്. ആ പാല് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള പഞ്ചസാര, കുറച്ച് പഞ്ചസാര ഞാനൊരു ഒരു 3 സ്പൂൺ പഞ്ചസാര വലിയൊരു കയ്യിലാണ് എടുത്തത്. 3 സ്പൂൺ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. പഞ്ചസാരയൊക്കെ നമ്മൾ ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. കുറച്ച് വലിയ ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തത്. നമുക്ക് സാധാരണ ബ്രെഡ് മതി. ഞാൻ കുറച്ച് വലിപ്പമുള്ള ബ്രെഡാണ് എടുത്തത്. അതിൻ്റെ എല്ലാ ഭാഗവും കൂടി ആ 4 സൈഡും ഒന്ന് ആ ബ്രൗൺ കളറൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ പാർട്ട് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ മാറ്റൊന്നും വേണ്ട. ഞാനിവിടെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് ആ വൈറ്റ് ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ മാറ്റണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഇതുപോലെ നൈഫ് വെച്ചിട്ട് നല്ല കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ബ്രെഡും ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ ബ്രെഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള എത്ര എണ്ണാന്ന് വെച്ചാൽ അത് മാത്രം നിങ്ങൾ കട്ട് ചെയ്താൽ മതി. അങ്ങനെ കട്ട് ചെയ്ത് ഞാൻ എല്ലാം ഇതുണ്ടാക്കാൻ എല്ലാ സാധനവും നമ്മൾ ആദ്യമായിട്ട് റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഇനി അടുത്തത് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറാണ്. അത് ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കോക്കനട്ടിൻ്റെ ആ ഒരു ബ്രൗൺ സ്കിന്നില്ലേ, അതെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കണം. നന്നായി തണുപ്പിച്ച് ഫ്രീസറിൽ വെച്ചൊന്ന് നന്നായി തണുപ്പിച്ചിട്ട് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്താൽ നന്നായി ഒന്ന് കറക്കിയെടുത്താൽ അത് പൊടിയായി കിട്ടും. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ബോട്ടിലായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ വിസ്ക് വെച്ചിട്ടൊന്ന് നന്നായിട്ടിങ്ങനെ അടിച്ചെടുത്താൽ നമ്മൾ നന്നായി പൊന്തി വരും. വിപ്പിംഗ് ക്രീം നല്ല കട്ടിയായിട്ട് വരും ക്രീം. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ബീറ്റർ വെച്ചെന്നേ ഉള്ളൂ. അതിലേക്കൊരു അര സ്പൂണ് വാനില എസൻസ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വിസ്ക് വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കട്ടയായിട്ട് ക്രീം രൂപത്തിൽ വരും കേട്ടോ. അങ്ങനെ ഞാനതും ഇളക്കി നന്നായിട്ടൊന്ന് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് നമ്മൾ ഇഷ്ടമുള്ള കളറും കൂടി അതിൽ ചേർക്കുക. ഇനി കളർ വേണ്ടാത്തവർക്ക് കളർ എടുക്കണമെന്നില്ല. എന്നിട്ട് നമ്മൾ പിന്നെ വേണ്ടത് ബ്രെഡ് എടുക്കുക. ആദ്യം നമ്മൾ മുറിച്ച് വെച്ച ബ്രെഡ് എടുക്കുക. ബ്രെഡ് എടുത്തിട്ട് ഈ നമ്മൾ ആദ്യം വെച്ച പാലുണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ പാലും പഞ്ചസാരയും കൂടി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അതിലിങ്ങനെ കുതിർന്ന് കിടക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് പാലിങ്ങനെ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ക്രീമുണ്ട്. ക്രീം നന്നായി വേഗം ചെയ്യണം. ക്രീം കുറച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ലൂസായി പോകും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് കട്ടയാക്കി എടുക്കാം. അപ്പം എൻ്റെ ക്രീം ഒന്ന് ലൂസായിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നമ്മളിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. എന്ന് ക്രീം വെച്ചു. ഇനി അടുത്തത് ഒരു ലെയറും കൂടി ഇതുപോലെ ബ്രെഡ് പാലിലിങ്ങനെ മുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ക്രീം മാത്രമേ വെച്ചിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ 2 ലെയറായേ. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും അത്ര ലെയർ വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ലെയർ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. അടുത്ത ലെയറും കൂടി ഞാൻ ഇതുപോലെ പാലിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 ലെയറായിട്ടോ. 3 ലെയറായേ. കുറച്ചും കൂടി ക്രീം ഞാൻ മുകളിൽ വെച്ച്. ക്രീം നല്ലൊരു ടേസ്റ്റാണ്. വിപ്പിംഗ് ക്രീം വലിയതായിട്ടില്ലെങ്കിൽ ചെറുത് കിട്ടും കേട്ടോ. കുറച്ച് കളറ് അവിടെ ഇളകിയിട്ടില്ലായിരുന്നു. അതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം.
പിന്നെ നമുക്ക് വേണ്ടത് ആ കോക്കനട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഡെസിക്കേറ്റ് കോക്കനട്ട് പൗഡർ കിട്ടും, അപ്പോൾ അത് മേടിച്ചാലും മതി. അപ്പോൾ ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുക ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ഇതുപോലെ ആ ബ്രെഡൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ നടു ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ച് നീളത്തിൽ അതൊരു ബ്രെഡ് 3 പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 6 പീസായിട്ട് കട്ട് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് മെല്ലെ നല്ല സോഫ്റ്റാണ് ബ്രെഡ്, പാലിലൊക്കെ ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് മെല്ലെ ഒന്ന് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് മെല്ലെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും, അത്രയും സോഫ്റ്റാണ്. എന്നിട്ട് നമ്മൾ ഇത് ഓരോ പീസ് എടുത്തിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ കോക്കനട്ടിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. മറ്റേ ഞാൻ വീട്ടിലുണ്ടാക്കിയെന്നേ ഉള്ളൂ. ആ പൗഡറിലേക്ക് ഒന്ന് മുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കോക്കനട്ട് ഇതിലേക്ക് ഈ ബ്രെഡിൻ്റെ 4 ഭാഗത്തേക്ക് ആ കോക്കനട്ട് പൗഡർ ഇതിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 4 ഭാഗത്തും ഒന്നും കൂടി ക്രീം നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഒരു സ്പൂൺ വെച്ചിട്ട് ആ ക്രീം ഒന്നും കൂടി നമ്മൾ 4 സൈഡിലേക്ക് ഒന്നും കൂടി ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ എല്ലാ പീസും ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് കോക്കനട്ടിലേക്ക് ആ പൗഡറിലേക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് മെല്ലെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കോക്കനട്ട് പൗഡർ ഇങ്ങനെ വെതറിയാൽ മതി. അപ്പോൾ അതിങ്ങനെ പറ്റി കിടക്കും കേട്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയാണ്, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് ആ നാളികേരത്തിൻ്റെ. അപ്പോൾ നന്നായി മിക്സിയിൽ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കണം. എന്നിട്ട് വേണം മിക്സിയിൽ നന്നായി അടിച്ചെടുക്കുക. അപ്പോൾ അടിച്ചെടുത്താൽ നമുക്ക് പൗഡർ പോലെ കിട്ടും കോക്കനട്ട്. അപ്പോൾ എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, പാനിൽ വെച്ച് ഒന്ന് ചൂടാക്കിയാൽ നമുക്ക് കോക്കനട്ട് പൗഡർ റെഡിയാവും. അതുപോലെ എല്ലാ പീസും ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുകയാണേ. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ കുക്ക് ചെയ്യാതെ ഇതുപോലെ ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ വെച്ച് കൊടുത്താൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇത് അങ്ങനത്തെ ഒരു ഐറ്റമാണ്. നല്ല മധുരമുണ്ട്, നല്ലൊരു ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ. സ്പൂൺ കൊണ്ടൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒന്ന് ഫ്രിഡ്ജിലേക്ക് ഒന്ന് തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തണുത്തപ്പോഴാണ് കുട്ടികൾക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഒന്ന് നല്ല റെഡി ആയിട്ടിട്ടുണ്ട്. ഒന്ന് തണുപ്പിച്ചിട്ടെടുത്തപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഞാനിതൊക്കെ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ നിങ്ങളെല്ലാവരും വൈകുന്നേരങ്ങളിൽ ഒന്ന് വ്യത്യസ്തപരമായിട്ട് നമ്മൾ ഈ ആവിയിൽ പുഴുങ്ങുന്നതും എണ്ണയിലിട്ട് പൊരിക്കുന്നതായ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം ഒരു ദിവസമായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പം എൻ്റെ ക്യാമറയിൽ കളറിലായിട്ടാണ്, നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട്. ഒരു നല്ലൊരു കളറിൽ ആ കളറിൽ ആ വൈറ്റ് വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. സ്പൂൺ വെച്ച് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കാണിച്ചു തരാം. ഇതുപോലെ നല്ല സോഫ്റ്റാണ്. ഞാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുത്തിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുക. എല്ലാ പീസും ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണിത്. നിങ്ങൾക്ക് അറിയാം, കട്ട് ചെയ്യുമ്പോൾ തന്നെ എത്ര സോഫ്റ്റാണ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അതാത് സമയം കിട്ടും. പിന്നെ ഞാൻ എളുപ്പത്തിൽ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഇതെങ്ങനെ ഉണ്ടെന്ന്. നല്ല ടേസ്റ്റ് എന്തായാലും ടേസ്റ്റ് ഉണ്ടാവാണ്ടിരിക്കില്ല, ഉറപ്പാണ്. പക്ഷേ നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.